കലോത്സവം പൈതൃക പിന്മയുള്ള പയ്യന്നൂരിന്റെ ജനകീയ ഉത്സവമായി മാറുമെന്ന് ഉറപ്പാണ്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും പുറപ്പെടാൻ പോവുകയാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ രമസ്മരണകളിലമ്പുന്ന പയ്യന്നൂരിന്റെ മണ്ണിലിനി കൗമാരകലകളുടെ മഹോത്സവത്തിന് കാഹളം വീഴുകയായി. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, നൃത്തസംഗീത നാട്യരചനാ വൈഭവങ്ങളുടെ തിരുവുത്സവം കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 23 വരെ പയ്യന്നൂരിൽ വിദ്യാലയങ്ങളിലെ കലകളുടെ കനലാട്ടം, തട്ടത്തിലൊട്ടാകെ കലകളുടെ കുളിർക്കാറ്റും, അങ്കണത്തിലും അകന്തളത്തിലും മലങ്ങിലും മണിയറയിലും ആത്മാവിലും ഇനി കലകളുടെ പഞ്ചനിരങ്ങൾ. കലയുടെയും കാലം, കലയോടും കൗമാരം അതെ അരങ്ങുണരുകയായി. കണ്ണൂർ റവന്യൂ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 22 വരെ പയ്യന്നൂരിന്റെ മണ്ണിൽ വെച്ച് നടക്കുകയാണ്. കലോത്സവത്തോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര പൈതൃക സംസ്കാരത്തിന്റെ പഴങ്കമണികൾ ചിന്തിക്കുന്ന ഈ മണ്ണിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും പുറപ്പെടാൻ പോവുകയാണ്. സകല കലകളുടെയും സംസ്കൃതിക്കുന്ന സുന്ദരവേളയിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ, വരിക വരിക. പ്രതിഭകളുടെ കടൽ തിളക്കം ആടിയും പാടിയും അങ്ങനെ അങ്ങനെ അനവധി സുന്ദരമായ അനുഭൂതിയാകുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഏറ്റവും വലിയ കലാലയം നിറയുന്ന ഏറെ പറയാൻ പോകുന്ന കലകളുടെ രസകാര പൈതൃകമായി സമയമായിരിക്കുന്നു. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ 23 വരെ പയ്യന്നൂരിൽ മണ്ണി ആശ്വാസനത്തിന് നൽകുന്ന
കൊണ്ടുവന്ന കലയുടെ കമനീയമായ കാലത്തേക്ക് വൈകിട്ടുകയാണ് സമർപ്പണ സാധനയിലൂടെ സ്വായത്തമാക്കിയ ആട്ടവും കാറ്റും കൊണ്ട് പ്രതികളിൽ കലയുടെ കലക ചരിത്രത്തിന് പുതിയ നിർവചനമളിക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 19 മുതൽ 23 വരെ പയ്യന്നൂരിലെ വിവിധ സ്റ്റേജുകളിലായിട്ട് നടക്കുകയാണ്. നമ്മൾക്കറിയാം, സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് റവന്യൂ ഉപജില്ലാ കലോത്സവത്തെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാം. നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകിയിരുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുക. അങ്ങനെ വലിയ ഒരു കലാമാമാങ്കത്തിന് തന്നെ വേദിയാവുകയാണ് നമ്മുടെ പയ്യന്നൂരിലെ ടൗണിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്കൂളുകള്, അതുപോലെ തന്നെ പയ്യന്നൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് വിവിധ വേദികളിലായിട്ട് ഈ സ്കൂൾ കലോത്സവം നടക്കുന്നത്. വലിയ രീതിയിലുള്ള 1000-ലേറെ മത്സരാർത്ഥികള്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, വിധികർത്താക്കള്, അങ്ങനെ വലിയൊരു സംഘം ഇവിടെ വിവിധ വേദികളിലായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പയ്യന്നൂർ ടൗണിന്റെ ഒരു അവസ്ഥ തന്നെ നമ്മൾക്കറിയാം. ഇപ്പോൾ ഇതിലൂടെ ഒരു നമ്മുടെ ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പോലീസ് ചില നിയന്ത്രണങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നിലവിൽ കാണാനില്ല. എന്നാൽ പോലും ചെറിയൊരു പ്രകടനങ്ങൾ പോലും, ഘോഷയാത്രകൾ പോലും പയ്യന്നൂരിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ് പയ്യന്നൂരിൽ നിലവിലുള്ളത്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് പുതിയ ടൗൺ വികസനം സെൻട്രൽ സർക്കിളൊക്കെ MLA-യുടെ നേതൃത്വത്തിൽ അങ്ങനെയുള്ള ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം കലയുടെ രാവുകളാണ് 19 മുതൽ
23 വരെ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഘോഷയാത്രയാണ്. നാടറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വലിയൊരു കലോത്സവം ഇവിടെ നടക്കുകയാണ്. നമ്മളെ ഉപജില്ലാ കലോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. മറ്റ് ഉപജില്ലാ കലോത്സവം ഇപ്പൊ കരുവള്ളൂർ കഴിഞ്ഞ കലോത്സവം നടത്തിയിരുന്നത് പ്രാദേശിക കമ്മിറ്റികൾ, സംഘാടക സമിതിയാണ്. ഇതിനും സംഘാടക സമിതി ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സൊക്കെ നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ്, വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. എന്നാലും ചില സോവനിർ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഷീൽഡുകൾക്ക് വേണ്ടിയിട്ടുള്ള പിരിവുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പിരിവുകളൊക്കെ ടൗണിൽ നടന്നതായ വിവരമുണ്ട്. ഏതായാലും കലയുടെ രാവുകളാണ് പയ്യന്നൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അത് വലിയൊരു അർത്ഥത്തിലുള്ള ആളുകള്, വിദ്യാർത്ഥികള് നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പയ്യന്നൂരിലേക്ക് വരും. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങള്, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേദികളിൽ നിന്ന് മറ്റൊരു വേദികളിലേക്ക് പോകുന്നതിനുള്ള എല്ലാ ക്രമീകരണം വരുത്താൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് പറയാനുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും, അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഉത്സവമാണോ അല്ല അധ്യാപകരുടെ ഉത്സവമാണോ കലോത്സവം എന്നത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ കാണണം. അതുപോലെ തന്നെ സംഘാടക സമിതിയുടെ ആളുകളൊക്കെയാണ് ഇതിന് നിയന്ത്രണം, ഇതിന്റെ സംഘാടനം വലിയ കുറ്റമറ്റ രീതിയിൽ പയ്യന്നൂരിൽ ഇത് നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് പച്ചവെളിച്ചം ആശംസിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പച്ചവെളിച്ചത്തിന്റെ നിങ്ങളുടെ കലോത്സവ ആശംസകൾ നേരുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.